കേരളീയ ഭവനങ്ങളിൽ കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലനിറ. സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത്. പാടം ഉഴുതുമറിച്ച് വിത്തിട്ട് ആദ്യമായി പൊട്ടിമുളച്ചുണ്ടാകുന്ന നെൽക്കതിരുകൾ ശ്രീ ഭഗവതിയാണ്. ഒരു ആവാഹനവുമില്ലാതെ മനുഷ്യന്റെ അധ്വാനത്തിലൂടെ ഉണ്ടാകുന്ന ഈശ്വരീയമായ ചൈതന്യമാണ് ഈ നെൽക്കതിരുകൾ. ആ ദേവീ ചൈതന്യത്തെ നമ്മൾ ആരാധിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. പണ്ട് കാലത്ത് ഇല്ലങ്ങളിലെ നാലുകെട്ടിലേക്കാണ് കറ്റകൾ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് അണുകുടുംബങ്ങളായതുകൊണ്ട് തന്നെ കറ്റകൾ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ കർഷകർ മുങ്ങിക്കുളിച്ച് ഈറനോടെ പാടത്തു നിന്നും നെൽക്കതിരുകൾ അറുത്തെടുത്ത് ഒരു കറ്റ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കൊടുക്കുന്നു. ദേശപരദേവതയുടെ അനുഗ്രഹം കൊണ്ട് നല്ല വിളവുണ്ടാകുമെന്നും കൃഷിയിൽ ഏർപ്പെട്ടവർക്കൊക്കെ അതിൻ്റെ നല്ല പങ്ക് ലഭിക്കും എന്നാണ് ഇതിന് പിന്നിലുള്ള വിശ്വാസം. കച്ചവടക്കാർക്കും കർഷകർക്കും എല്ലാം ഒരേ ഒരു പ്രാർത്ഥനയാണുള്ളത്: നിറയെന്നും പൊലിയെന്നും. ഇല്ലം നിറ, വല്ലം നിറ, കൊല്ലം നിറ, പത്തായം നിറ, നാടുപൊലി, പൊലിയോ പൊലി എന്നിങ്ങനെ പോകുന്നു ആ പ്രാർത്ഥന. ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന നെൽക്കതിരുകൾ വിശിഷ്ടമായ വൃക്ഷങ്ങളുടെ ഇലകളും ദശപുഷ്പങ്ങളും വിരിച്ച് ഭഗവതിയാകുന്ന നെൽക്കതിരിനെ പീഠത്തിൽ വെച്ച് പൂജിച്ച് ഭക്തർക്ക് കൊടുക്കുന്നു. ഭക്തർ അത് നിറനിറ, പൊലി പൊലി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മച്ചിലും ഉമ്മറത്തും കെട്ടിത്തൂക്കും. ഇത് അടുത്ത വർഷത്തെ ചടങ്ങ് നടക്കുന്നതുവരെ സ്വസ്ഥാനത്ത് നിർത്തിയിരിക്കും. മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലത്തെയാണ് വീട്ടിലേക്ക് എഴുന്നള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിക്കും കർഷകർക്കും ഉള്ള അംഗീകാരവും ആദരവ് കൂടിയാണിത്.